പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്ക്, ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങൾക്ക് മുമ്പായി. ഉയർത്തെഴുന്നേറ്റ യേശു നമുക്ക് മുമ്പായി നടക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, എല്ലാവരും സ്തോത്രം പറയണം കേട്ടോ. ഞാൻ സ്തോത്രം പറഞ്ഞു പറയിപ്പിച്ചാൽ 100 മാർക്ക് അല്ലെങ്കിൽ 100% ഒരു സ്തോത്രത്തിന് അപ്പ പ്രതിഫലം തരുമെങ്കിൽ, ഞാൻ പറയിപ്പിക്കുന്നതെങ്കിൽ 75% എനിക്കാ, 25 നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഒത്തിരി അപ്പന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട് പോകാതിരിക്കണമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറഞ്ഞു 100-ൽ 100 വാങ്ങിച്ചോ. എനിക്കല്ല, അപ്പന്റെ നാമത്തിന്റെ മഹത്വത്തിന്. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഒരു പക്ഷെങ്കിൽ കർത്താവിന്റെ വരവ്, ഇല്ലെങ്കിൽ നമ്മുടെ മരണം. ഇത് രണ്ടും അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റത്തില്ലാത്ത വിധത്തിൽ കിടക്കയിലാകും. ദൈവമക്കളെ, കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിച്ചോണം. അപ്പൻ ഇതുവരെ കൊണ്ടുവന്നു. പരസഹായം കൂടാതെ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ തന്ന ഭാഗ്യം മാത്രം ഓർത്താ മതി. അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രം സ്നേഹനിധിയായ എന്റെ പ്രാണപ്രിയൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പ്രാണപ്രിയനെ കൊല്ലുവാനുള്ള ഗൂഢാലോചന നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 6 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ മറിയ യേശുവിനെ തൈലം പൂശുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 14 മുതൽ 16 വരെ ഉള്ള വാക്യത്തിൽ യൂദയുടെ വഞ്ചന അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുമായി കൂട്ടുകൂടി അപ്പനെ ഒറ്റിക്കെടുക്കുന്നതിനുള്ള പ്ലാനിങ് ചെയ്യുകയാണ്. 17 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ തിരുമേശ സ്ഥാപിച്ച് പ്രാണപ്രിയൻ തന്റെ മരണത്തിന് മുമ്പായി ഭൂമിയിൽ തിരുമേശ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 31 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ പത്രോസ് തള്ളിപ്പറയുമെന്നും ഇടയൻ വെട്ടും നാം ചിതറും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി പോകും. പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ യേശുവുണ്ട്, ഞാൻ യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുന്ന വ്യക്തിയാണെന്ന് തന്റെ ഇടമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ എന്റെ പ്രാണപ്രിയനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. യേശുവിന്റെ പിന്നാലെയാണ് നീ അനുഗമിക്കുന്നതെങ്കിൽ, യേശു നിന്റെ മുമ്പിലുണ്ടെങ്കിൽ, നല്ല ആടിനെ പോലെ യേശുവിനെ അനുഗമിക്കുന്ന, നല്ല കുഞ്ഞാടായി അപ്പനെ അനുഗമിക്കുന്ന വ്യക്തിയെങ്കിൽ ഒന്നിനെയും ഭാരപ്പെടേണ്ട കാര്യമില്ല. യേശു നമ്മുടെ മുമ്പാകെ ചെന്ന് നമുക്ക് വേണ്ടത് ചെയ്തു തരുവാൻ കൃത്യമായി നമ്മളോടൊപ്പം ഇരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. യേശു ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഞാൻ ഒത്തിരി ചിന്തിച്ചു. ഇന്ന് പകല് കർത്താവിന്റെ ദാസന്റെ വീട്ടിൽ വന്നിട്ടൊന്നും ഞങ്ങൾ റെസ്റ്റ് എടുത്തില്ല. ഈ വചനത്തെ കുറിച്ച് ഒത്തിരി പരിശുദ്ധാത്മാവ് തന്ന വചനമാ. അപ്പൊ അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പ എനിക്ക് ഇതിന്റെ ഒന്ന് പൊരുൾ തിരിച്ചു തരണം. അപ്പൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, അപ്പൻ എന്നെ മനസ്സിലാക്കി തന്ന ഒരു കാര്യം നോക്കി. ഈ സ്റ്റേറ്റ്മെന്റ് യേശു അപ്പൻ പറയുന്ന സമയത്ത് താൻ പിടിക്കപ്പെട്ടിട്ടില്ല, കൊല്ലുവാനായി അവർ പിടിച്ചിട്ടില്ല. അവർ ഗെത്സമനിയുടെ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് യേശുവിനെ അവർ പിടിച്ചുകൊണ്ട് പോകുവാൻ വന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. അതിനുശേഷം ഗഫതയുടെ കൽത്തളം, അതിനുശേഷം ഗെത്സമന. ഈ 3 ഗാ ഒരു ഭക്തന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഗായ കേട്ടോ. ഈ 3 ഗാ, ഈ ഗാ എപ്പോഴും ഓർത്തിരിക്കണം. ഈ ഗാ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയേ ഇല്ല. എന്താണ് ആ 3 ഗാ? 1 ഗെത്സമന, 2 ഗഫതയുടെ കൽത്തളം, 3 ഗൊൽഗോഥ. ഇത് 3 നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇത് 3 ഇന്ന് ഇവിടെ ഇരിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. ഈ 3 ഗായ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാനുള്ള അകത്തളത്തിൽ വെമ്പുന്ന പ്രത്യാശ നമ്മുടെ അകത്തളത്തിൽ തന്നത് ഈ 3 ഗായ. ഇത് മറക്കല്ല് കേട്ടോ. ക്രൂശ് ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല, ക്രൂശ് ഇല്ലെങ്കിൽ നിത്യതയില്ല, ക്രൂശ് ഇല്ലെങ്കിൽ വിമോചനമില്ല, ക്രൂശ് ഇല്ലെങ്കിൽ വിടുതലില്ല. ക്രൂശ് അപ്പൻ ചുമന്നത് കൊണ്ട്, ക്രൂശ് അപ്പൻ വഹിച്ചത് കൊണ്ട്, സമനസാലെ ക്രൂശ് ഏൽക്കുവാൻ, താൻ പരമയാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇത്ര വലിയ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, എത്ര 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 തന്റെ ഇടമുള്ളവരായി കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറണം. എന്റെ ജീവിതത്തില് ഞാൻ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത് എന്റെ അപ്പ ക്രൂശ് ചുമന്നത് കൊണ്ടാ. ഞാൻ വായിച്ച വാക്യം പോലെ എന്റെ അപ്പ എനിക്ക് മുമ്പായിട്ട് നടക്കുന്നത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഓരോ സഹോദരിമാർക്കും പറയാനുണ്ടാകണം, ആ പ്രതിസന്ധിയെ ഞാൻ ഓവർകം ചെയ്തത് യേശുവിന്റെ മുമ്പിലുള്ളത് കൊണ്ടാ. ആ പ്രതിസന്ധി ഞാൻ മറികടന്നത് യേശു ക്രൂശിൽ കയറിയത് കൊണ്ടാ. ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഞാൻ പിടിച്ചു നിന്നത് എന്റെ അപ്പൻ ക്രൂശിൽ എനിക്ക് വേണ്ടി പരമയാഗമായത് കൊണ്ടാ. ഇന്ന് പകൽ പറയുവാൻ തന്റെ ഇടം കാണിക്കണം കേട്ടോ. അവൻ ക്രൂശിൽ പരമയാഗമായി തീർന്നത് നിങ്ങളുടെയും എന്റെയും വിടുതലിന് വേണ്ടി, നിങ്ങളുടെയും എന്റെയും നിത്യതയ്ക്ക് വേണ്ടി, നിങ്ങളുടെയും എന്റെയും മുമ്പിൽ നടത്തുവാൻ വേണ്ടി, ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ സാഹചര്യം വരാതിരിക്കുന്നത്
ഇന്ന് പകൽ എത്ര പേർക്ക് തന്റെ ഇടത്തോടെ പറയാൻ സാധിക്കും? പ്രിയമുള്ളവരെ, അന്തന ജഗനഗരഗതനഘടക ശബ്ദാരകൽക്കനഗരഗതനഘടകസ്യ. എന്റെ അപ്പൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാ ഇന്ന് പകൽ ഞാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നന്ദിയോടെ ഞാൻ ആ പാതാര വിന്ദങ്ങളിൽ മുത്തുകയാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ട്, എനിക്ക് എന്റെ അപ്പായെ ഒന്ന് കാണണം. എനിക്ക് എൻ്റെ അപ്പായെ ഒന്ന് കാണണം. ആരും അണച്ചു പിടിക്കാൻ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ, ആരും അടുത്തു വരാൻ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ, ഒരു വാക്കുകൊണ്ട് പോലും കൈത്താങ്ങൽ തരുവാൻ ആരും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ, ഈ ഭൂമിയിൽ തികച്ചും അനാഥരായി പോയ സാഹചര്യത്തിൽ, ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി പോലും ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിൽ, ആരും വരാതിരുന്നപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും തേടി വന്ന എൻ്റെ അപ്പ. സഹോദരിമാർക്ക് എത്ര പേർക്കെന്ന് പറയാൻ കാണും, ആരുമില്ലാത്തപ്പോൾ എൻ്റെ അടുക്കൽ വന്ന അപ്പായുണ്ട്. ആരും സഹായത്തിനില്ല പ്പോൾ എന്നെ സ്നേഹിച്ച ഒരു അപ്പനുണ്ട്. ആ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴം അകത്തളത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കരവും ശബ്ദവും ഉയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. പ്രൈസ് ടു ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനം ഒത്തിരി എന്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ചു. യേശു ഇത് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ പിടിക്കപ്പെട്ടിട്ടില്ല, ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല, ഒരു ഉപദ്രവവും ഏൽക്കേണ്ട വന്നതില്ല. അതിനു മുമ്പേ അപ്പൻ ഭാവിയെ നോക്കി പറയുക, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അർത്ഥം എന്താണെന്നറിയാമോ? ഇവരെന്നെ എത്ര അടിച്ചാലും അതിനെന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഇവരെന്നെ എങ്ങനെ തച്ചുടച്ചു കല്ലറയ്ക്കുള്ളിൽ വെച്ചാലും മരണത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മരണത്തിന് വിധേയനായിട്ടും മരണത്തെ ഒതുക്കാൻ കഴിയാത്ത, മരണത്തിന് ഒതുക്കാൻ കഴിയാത്ത, കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയാത്ത, ശാപകൂപങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത, പീഡനങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത ഒരു നസ്രായനാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലായാൽ മതി. നമ്മുടെ സകല പ്രശ്നത്തിനും പരിഹാരം പുറത്ത് വന്നു കഴിയുക. മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾക്ക് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. തന്റെ ഇടത്തോടെ എത്ര പേർക്ക് പറയാൻ പറ്റും, അപ്പാ ഒരു പ്രതിസന്ധിക്കും, ഒരു പ്രതികൂലത്തിനും, ഒരു രോഗത്തിനും, ഒരു മാരകമായ പീഡനത്തിനും, ഒരു ആക്ഷേപത്തിനും, ഒരു നിന്ദയ്ക്കും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ശീലിച്ചവനാ എന്റെ നാഥൻ, ഇതിനെ ജയിച്ചവനാ എന്റെ നാഥൻ. അവൻ ഇതിനെ ശീലിച്ചെങ്കിൽ, അവൻ ഇതിനെ ജയിച്ചെങ്കിൽ ഞാനും. ഓരമാന ഗന്ധര ജഗാനഗടഗരഗതുനഗരഗതനഗടഗസി. വളരെ പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ കടന്നു വന്നൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ശക്തനായ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു അഭിഷിക്തനുമായി എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചയപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭയങ്കര വലിയൊരു കാഴ്ചപ്പാടായിരുന്നു ട്രൈബൽസിന്റെ ഇടയിൽ കർത്താവിനെ ഉയർത്തുക എന്നുള്ളത്, ആദിവാസികളുടെ ഇടയിൽ. 2003 മുതൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ആദിവാസികളുടെ ഇടയിൽ ചെയ്യുവാൻ എന്നെയും ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന 2 പെൺമക്കളെയും, ഇരട്ടകളാ, നാട്ടിലാക്കിയിട്ട് താൻ ഛത്തീസ്ഗഡിലേക്ക് കടന്നുപോയി. എന്റെ സഹോദരൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ, പ്രിയപ്പച്ചൻ പറഞ്ഞ പോലെ, ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കും ദൈവത്താൽ അയക്കപ്പെട്ട്. എന്റെ സഹോദരൻ പറഞ്ഞു, അളിയൻ പോകല്ല, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ചർച്ച് മിനിസ്ട്രി എടുക്കാം, പുതിയ വർക്ക് എടുക്കാം, ഇവിടെ കർത്താവിന്റെ വേല ചെയ്യാൻ പോകരുത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്നോട് അപ്പൻ പറഞ്ഞു എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് വളരെ തന്റെ ഇടത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഉലകത്തിലെ ഒരു ശക്തിക്കും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഉറപ്പുണ്ടോ? ഇന്ന് പകൽ എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, നഗ്നതയ്ക്കോ, ആപത്തിനോ, വാളിനോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, ഈ ഭൂമിയിലെ യാതൊന്നിനും എന്റെ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയല്ല, ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ആ വാക്ക് അദ്ദേഹം ഉച്ചരിച്ചുകൊണ്ട് എന്റെ സഹോദരനോട് പറഞ്ഞു, അളിയാ, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, എനിക്ക് തന്ന ദർശനം അനുസരിച്ച് ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാന്ന് പറഞ്ഞു. 2003 മുതൽ
2003 മുതൽ 2009 വരെ അദ്ദേഹം ഛത്തീസ്ഗഡിൽ പോയും വന്നും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. 2009 ആയപ്പോൾ ഗർവാപ്പസി എന്ന് പറഞ്ഞൊരു സിസ്റ്റം നിലവിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് തീരുമാനമെടുത്ത് വന്ന പലരെയും തിരികെ കൊണ്ടുപോകുന്ന ഒരു നിലപാട് നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ അരങ്ങേറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ നാട്ടിലേക്ക് അധികം വരില്ല, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. 2009 മുതൽ 2014 വരെ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കൊച്ചിയിലെ ലേക്ഷോർ ഹോസ്പിറ്റലിൽ സീനിയർ സ്റ്റാഫ് നഴ്സായി നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ. കിട്ടാവുന്നതിന്റെ മാക്സിമം ലീവുകളെല്ലാം എടുത്ത് മക്കളെയും കൂട്ടി അദ്ദേഹത്തോടൊപ്പം ഛത്തീസ്ഗഡില് മഹത്വമുള്ള വേലയിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. 2014 ആയപ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഉപവസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് പണ്ട് മുതലേ. ഒരു ഉപവാസത്തിനിടയിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് തന്ന ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞു, ഇനി പൂർണ്ണമായി എന്റെ വേല ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞുങ്ങളുടെ +1 +2 വിദ്യാഭ്യാസമൊക്കെ അടുത്തു വരുന്നൊരു സമയമാണ്. ഒത്തിരി ചോദ്യങ്ങള് കർത്താവിനോട് ചോദിക്കാൻ ഉണ്ടായിരുന്നു എങ്കിലും ഒന്നും ചോദിച്ചില്ല. വാടക എങ്ങനെ കൊടുക്കും, മക്കളെ എങ്ങനെ പഠിപ്പിക്കും, ഭക്ഷണം എങ്ങനെ കഴിക്കും, ഛത്തീസ്ഗഡിലെ വേലയ്ക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ മാനുഷികമായ നിലയിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണല്ലോ ഇതെല്ലാം. അകത്തളത്തിൽ നിന്ന് ഇങ്ങനെ രാത്രി മുഴുവനും പൊങ്ങി വന്നെങ്കിലും ഒന്നും അപ്പായോട് ചോദിച്ചില്ല. അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന പായിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 24 hours റെസിഗ്നേഷൻ എഴുതി ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് ഈ പെട്ടകമെടുത്ത് തോളിൽ വെച്ചു. ദൈവമക്കളെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. പിള്ളേരുടെ ഹയർ സ്റ്റഡിയുടെ സമയമായപ്പോഴാണോ, വാടക ആര് കൊടുക്കും, വേല എങ്ങനെ നടക്കും, ഉപജീവനം എങ്ങനെ നടക്കും, 1000 ക്വസ്റ്റ്യനുകൾ എന്റെ നേരെ തൊടുത്തു വിട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കേട്ട ദൂത് പോലെ മറുത്തൊന്നും പറഞ്ഞില്ല. എന്റെ കയ്യിൽ പറയാൻ മറുപടി ഇല്ല. ഒറ്റ മറുപടിയേ ഉള്ളൂ, വിളിച്ചത് അപ്പനാ. അപ്പൻ നടത്താൻ വിശ്വസ്തനാ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, 2014 ഫെബ്രുവരി മാസം 11-ാം തീയതി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ജോലി രാജിവെച്ച് ഛത്തീസ്ഗഡിൽ പ്രിയപ്പെട്ടതിനോടൊപ്പം മക്കളെ ഹോസ്റ്റലിലാക്കി കടന്നു പോകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 2014 മുതൽ 2018 ജൂലൈ വരെ അപ്പ എന്നെ പഠിപ്പിച്ചു. നിങ്ങളെല്ലാവരും അപ്പ എന്ന് വിളിക്കാൻ ഉത്സാഹിക്കണം കേട്ടോ. മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും. ഫോർമൽ വിളികളെല്ലാം മാറ്റിവെച്ച് ഒരു ഇന്റിമസി വരണമെങ്കിൽ വിളിയുടെ സ്റ്റൈല് മാറണം. അപ്പായെ കയറി അപ്പാതെ വിളിക്കുമ്പോ എന്തോ മോനെന്ന് ചോദിക്കുന്ന ഒരു വാത്സല്യമുണ്ടല്ലോ. ആ വാത്സല്യം ഫീൽ ചെയ്യണമെങ്കിൽ ഹൃദയം നിറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കണം. അപ്പായേ എന്നൊന്ന് വിളിച്ചു കഴിയുമ്പോൾ എത്ര തിരക്കിനിടയ്ക്കാണെങ്കിലും, എത്ര ശബ്ദത്തിനിടയ്ക്കാണെങ്കിലും ഒറ്റ വിളിക്കാൻ എൻ്റെ അപ്പ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ എൻ്റെ മക്കളെയും വിളിച്ച് ശീലിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നേ. 2014 മുതൽ 2018 വരെ നന്നായി പഠിപ്പിച്ചു. എങ്ങനെ അപ്പയെ ഉയർത്താം, എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം, എങ്ങനെ ഒറ്റയ്ക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, കഷ്ടതയുടെ നടുവിൽ എങ്ങനെ സേവിക്കാം, പട്ടിണിയുടെ നടുവിൽ എങ്ങനെ സേവിക്കാം. വിട്ടുപോകാത്ത ഒരു ആത്മബന്ധം ഞാനും എൻ്റെ പ്രാണപ്രിയനുമായി ആ 4 വർഷം ഉടലെടുക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, കഷ്ടത വന്നു, പട്ടിണി വന്നു, പ്രയാസം വന്നു, ഭക്ഷണത്തിന് വകയില്ലാതെ കുളത്തിന്റെ കരയിലും റോഡ് സൈഡിലും വളരുന്ന ഇലകൾ മുഴുവനും പറിച്ച് മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വഴറ്റി എൻ്റെ മക്കൾക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. കഴിക്കാൻ കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കും, അപ്പ ഇതിനകത്ത് വിഷമുള്ളത് ഏതാ, വിഷമില്ലാത്തത് ഏതാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നിർവാഹമില്ല, അവർക്ക് ദോഷം വരാതെ സംരക്ഷിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ പിന്മാറി പോകുന്നവരല്ലേ നമ്മൾ? ഒരു പ്രശ്നം വരുമ്പോൾ പിന്മാറി പോകുന്നവരല്ലേ നമ്മൾ? ഒരു ചെറിയ വേദന വരുമ്പോൾ ആരാധനയും പ്രാർത്ഥനയും മാറ്റിവെച്ച് പെറുപെറുക്കുന്നവരല്ലേ നമ്മൾ? ഞാൻ നിങ്ങളോട് സാക്ഷ്യമായി പറയാം, വിശ്വസ്തയോടെ ഏത് കഷ്ടതയുടെ നടുവിലും അവനെ സേവിക്ക്, അവൻ നമ്മുടെ മുഖത്തെ ആദരിക്കാതിരിക്കുകയില്ല. ഒരു പ്രതിസന്ധിക്ക് നമ്മളെ ഒതുക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിന്ന് ഉയർത്തുന്നത്.
പ്രൈസ് ദി ലോർഡ്. എന്റെ മോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മി ഇനി ഓല മാത്രമേ അവശേഷിക്കുന്നുള്ളല്ലേ, ബാക്കിയെല്ലാം തന്നെന്ന്. മറുപടി അന്നേരം അവളോട് പറയാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവള് കിടന്നുറങ്ങിയപ്പോൾ രണ്ടുപേരുടെയും കാലെ പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെ, അപ്പായേ എന്റെ മക്കൾക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുവാനുള്ള വക പോലും എനിക്കില്ലല്ലോ. അപ്പോഴും നന്ദിയോടെ പ്രാണപ്രിയനെ സ്തുതി കരേറ്റിട്ട് പറഞ്ഞു, എന്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, ഇത് മാറും മക്കളെ, ഇത് മാറും മക്കളെ. ദൈവമക്കളെ, സഹോദരിമാരെ, അപ്പൻ ചെയ്ത ഉപകാരത്തെ ഒരിക്കലും മറന്നു കളയരുത്. ചെറിയ പ്രതിസന്ധി വരുമ്പോൾ അപ്പനെ മറക്കുന്നവരാ നമ്മള്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അപ്പനെ ഉപേക്ഷിച്ച് പിറുപിറുക്കുന്നവരാ നമ്മള്. നമ്മുടെ നാവിന് കടിഞ്ഞാണിടാതെ നാം പറഞ്ഞു പോകുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ബന്ധനമായി മാറുമ്പോ, ഇന്ന് പകൽ ഈ സെന്ററിലുള്ള ദൈവദാസിമാരെ നോക്കി, സഹോദരിമാരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാ, അപ്പനെ പൂർണ്ണമായി വിശ്വസിക്ക്, അപ്പന്റെ പിന്നാലെ അനുഗമിക്ക്. നിങ്ങളെക്കാൾ അധികം, നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാൾ അധികം, നിങ്ങളുടെ മക്കളെക്കാൾ അധികം നിങ്ങൾ അപ്പനെ സ്നേഹിക്ക്. അവൻ നിങ്ങളെ മാനിക്കുന്ന ദൈവമാ. അവൻ നിങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല. അപ്പൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പനെ അനുഭവിക്കുന്നവർ, അപ്പനെ ഫീൽ ചെയ്യുന്നവർ. ഒരു ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം കഴിയുന്ന സ്റ്റുഡന്റ് ഗ്രാജുവേറ്റഡ് ആകുന്നത് പോലെ 4 വർഷത്തെ പഠനത്തിന് ശേഷം എന്റെയും ഗ്രാജുവേഷൻ ആയിരുന്നിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2018 ജൂലൈ മാസം 2-ാം തീയതി സുവിശേഷ വിരോധികൾ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ വണ്ടി കയറ്റിവിട്ട് അവർ അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി. 19 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുമായി എങ്ങനെ ജീവിക്കും, ആരടുക്കൽ പോകും, ജോലി നിർത്തി വാടകയ്ക്ക് താമസിക്കുകയാ. നിരവധി ചോദ്യചിഹ്നങ്ങളും വേദനകളും ഹൃദയത്തെ കീറി മുറിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു വന്നു. ആ പെട്ടി സീൽ ചെയ്ത് കൊണ്ടുവന്നു. അതിനകത്ത് കിടക്കുന്ന വ്യക്തി എന്റെ ഭർത്താവാണോ എന്റെ മക്കളുടെ പപ്പായാണോ എന്ന് പോലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ആ ശരീരം വളരെയധികം തലയില്ലാതെ കഴുത്തിന് താഴോട്ട് മാത്രമാക്കി അവർ അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു കളഞ്ഞു. അന്ന് അതിന്റെ മുമ്പിൽ ഇരുന്ന അവസ്ഥ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഭയമാ. എങ്ങനെ ഞാൻ അതിനെ ഓവർകം ചെയ്തു, എങ്ങനെ ഞാൻ അതിനെ മറികടന്നു. ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ആരാധനയും പ്രാർത്ഥനയും മുടക്കുമ്പോൾ, ആരാധനയും പ്രാർത്ഥനയ്ക്കും വരാതിരിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇന്ന് ഓർക്കണം നിങ്ങൾ നമ്മെ നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ, നമ്മെ മാനിക്കുന്ന വിധങ്ങൾ, നമ്മെ കരുതുന്ന വിധങ്ങൾ, ഉള്ളങ്കരത്തിൽ താങ്ങുന്ന വിധങ്ങൾ. അനർത്ഥം വരാൻ സാധ്യതയില്ലാഞ്ഞിട്ടല്ല, ആപത്ത് വരാൻ സാധ്യതയില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പേഴ്സണാലിറ്റിയോ കഴിവുകൊണ്ടോ അല്ല, ദൈവത്തിന്റെ നീതിയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ലൈവ് പോകുന്നത് കൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി സകലരും ഞങ്ങളെ മാറ്റി. വേറൊന്നുമല്ല, കാരണം ഞങ്ങൾ എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറും. മുഖത്ത് നോക്കി ബാധ്യത എന്ന് പറഞ്ഞ് ഭർതൃഗൃഹത്തിൽ നിന്ന് 2 മക്കളെയും കൂട്ടി പുറത്തിറങ്ങേണ്ടി വന്നു എനിക്ക്. അതിന്റെ തലേരാത്രി ഞാൻ എന്റെ പ്രാണപ്രിയനോട് ചോദിച്ചു, അപ്പായേ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു, അങ്ങ് പറഞ്ഞിട്ട് പെട്ടകമെടുത്ത് തോളിൽ വെച്ചു, അങ്ങ് പറഞ്ഞിട്ട് അങ്ങേ സേവിക്കാൻ ഇറങ്ങി, അങ്ങ് പറഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ പോയി. ഇപ്പോഴിതാ ഞാനും എൻ്റെ മക്കളും തികച്ചും ഒറ്റപ്പെട്ട അനാഥരെ പോലെ എങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന ഇന്ന് രാത്രി അങ്ങ് ഒരു മറുപടി എനിക്ക് തരണം. കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. കണ്ണുകളടച്ച് അപ്പനെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുമോ? കണ്ണുകളടച്ച് അപ്പനടുത്ത് നിൽക്കുന്ന ഒന്ന് അനുഭവിക്കാൻ പറ്റുമോ? അടുത്ത് നിപ്പുണ്ട് കേട്ടോ അപ്പൻ.
എനിക്ക് പലരുടെയും അടുക്കൽ എൻ്റെ പ്രാണപ്രിയന്റെ സാന്നിധ്യം വന്ന് നിൽക്കുന്നത് ഈ വേദിയിൽ നിന്നുകൊണ്ട് ആത്മാവിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വേദിയിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട് പല പ്രിയപ്പെട്ടവരുടെ അടുക്കൽ അപ്പൻ വന്ന് നിൽക്കുന്നത്. നിന്റെ കണ്ണുനീരാരും കാണുന്നില്ലെന്ന് ഒരു പക്ഷേ നീ നെടുവീർപ്പിടുന്നുണ്ടാവാ. നിന്റെ വേദന ആരും അറിയില്ലെന്നൊരു നെഞ്ചിനകത്ത നീറ്റൽ ഇന്ന് പകൽ നിനക്കുണ്ടാകാം. നീറുന്ന ഹൃദയത്തോടെ ആയിരിക്കാം ഇന്ന് പകൽ ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാനോ പറയാനോ ആഗ്രഹിക്കാതെ ആയിരിക്കാം നീറുന്ന നൊമ്പരവുമായി നീ ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ അപ്പ പറയാ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്, ഞാൻ നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ഇതുവരെ നിന്നതുപോലെയല്ല, ഇതുവരെ നിന്നതുപോലെയല്ല, ഇതുവരെ നിന്നതുപോലെയല്ല. ഒരു വ്യത്യസ്തനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ അടുക്കൽ ഉണ്ട്. പ്രിയമുള്ളവരെ, അവനെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റിയാൽ ഞാൻ എന്റെ പ്രാണപ്രിയനോട് പറഞ്ഞു, തിരുവചനം മുഴുവനും അങ്ങ് പറഞ്ഞ വാക്കുകളാ. പ്രവാചകന്മാർ സംസാരിക്കുന്നത് അങ്ങ് പറഞ്ഞ ആലോചനകളാ. പക്ഷെ ഇന്ന് രാത്രി ഞാനിത് രണ്ടും കൊണ്ടും തൃപ്തയാവില്ല. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. കാരണം ഒന്ന് വിളിച്ചാൽ മതി ഓടി വരാമെന്ന് പറഞ്ഞവർ, ഒറ്റ കോളിന് ഞങ്ങൾ അടുത്തു വരാമെന്ന് പറഞ്ഞവർ, ഒരിക്കലും വിട്ടിട്ട് പോകുമെന്ന് കരുതാത്ത പലരും ബാധ്യതയെന്ന് പറഞ്ഞ് വിട്ടുപോയപ്പോൾ എനിക്കെന്റെ അപ്പന്റെ ശബ്ദം ആവശ്യമായിരുന്നു. ഞാൻ പറഞ്ഞു, തിരുവചനമല്ല എനിക്കിന്ന് രാത്രി വേണ്ടത്, അത് അങ്ങയുടെ ശബ്ദം തന്നെയാ. പ്രവാചകന്റെ ശബ്ദമല്ല എനിക്കിന്ന് രാത്രി വേണ്ടത്, എനിക്ക് അങ്ങനോട് പറയണം. ആംബുലൻസിൽ നിന്ന് ബോഡി ഇറക്കിയപ്പോൾ പെട്ടെന്ന് ബോധം കെട്ടുപോയ 19 വയസ്സുള്ള 2 പെൺമക്കളെ പെട്ടെന്ന് ആരോ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവര് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. എന്റെ മക്കളുടെ സെഡേഷൻ തീർന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ ആ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ട വന്നു. അർദ്ധമയക്കത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും തലയെടുത്ത് മടിയിൽ വെച്ച് അലറിക്കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, ഒരിക്കൽ ഒറ്റ പ്രാവശ്യം ഒരു എൻകൗണ്ടർ, ഒറ്റ പ്രാവശ്യം ഒരു കൂടിക്കാഴ്ച, ഒരേ ഒരു പ്രാവശ്യം അങ്ങയുടെ അതരത്തിൽ നിന്നുള്ള ശബ്ദം എനിക്കൊന്ന് കേട്ടാ മതി. എനിക്ക് മുന്നോട്ട് ഓടാൻ, മുന്നോട്ട് ജീവിക്കാൻ, മുന്നോട്ട് അങ്ങേ ഉയർത്താൻ, വെച്ച പടക് വല തിരിച്ചെടുക്കാതെ അങ്ങേ സേവിക്കാൻ ഒരു ശബ്ദം എനിക്ക് മതി എന്ന് പറഞ്ഞ് ആ രാത്രിയുടെ യാമത്തെ പകലാക്കി എത്ര മണിക്കൂർ കരഞ്ഞെന്ന് എനിക്കറിയില്ല. ഒടുവിലായി പ്രാണപ്രിയന്റെ ശബ്ദം എന്റെ കർണപുടങ്ങളിൽ പതിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാ. ഇന്ന് രാത്രി ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാ. ഈ 2 സെന്റൻസാ ഇന്ന് പകൽ ഈ പെട്ടകവുമായി ഇവിടെ വന്ന് നിൽക്കുവാൻ എന്നെ സഹായിച്ചത്. അന്ന് എന്റെ പ്രാണപ്രിയൻ എന്നോട് പറഞ്ഞ 2 സെന്റൻസാ. അത് നിങ്ങളോട് പറയാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങളിൽ പലരോട് സംസാരിക്കാൻ എന്റെ പ്രാണപ്രിയൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പന്റെ ശബ്ദത്തിന് കാതോർക്കുന്ന വ്യക്തി ജീവിതമാണോ? ജീവിത ഭാരത്താൽ ഉടലുന്ന വ്യക്തി ജീവിതമാണോ? ഒരിക്കലും മുന്നേറത്തില്ലെന്ന് പൈശാചിക മണ്ഡലവും മെഡിക്കൽ സയൻസും നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടോ? അപ്പനോട് പറ, അങ്ങയുടെ ശബ്ദം ഇന്ന് എനിക്ക് കേൾക്കണം. ഓരാമാന വൈഡാചാര ദീലക്കടകര ഹംദര ജഗനഗരഗദനഗടക ശംദര അർത്ഥമാരകൽക്കനഗരഗദനഗടകസി. യേശുവിന്റെ നാമത്തിൽ ചില മനസ്സുകളിൽ തണുപ്പ് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില മനസ്സുകളിൽ പ്രത്യാശ വർദ്ധിക്കട്ടെ. നിരാശയുടെ പടുകുഴിയിൽ കൂടി നീന്തി കയറുന്ന ചില വ്യക്തികളുടെ മേൽ ആശ്വാസത്തിന്റെ കരം. ഉരമന ഹതുരകരകന ഘടക ശംദര ജഗാന ഘടക വൈഡപ്രവദന ഘടക സീഖമാന വൈഡ. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആയതുകൊണ്ടാ പറഞ്ഞത്, നിന്റെ സകല വേദനയിലും ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന്. കാരണം എന്താണെന്നറിയോ? ഇനി കടന്നു പോകേണ്ട വഴികൾ എന്താന്ന് കണ്ടോണ്ടാ പറഞ്ഞത്, അതിനൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഗദസമനിയുടെ തോട്ടത്തില് നമുക്ക് നന്നായിട്ടറിയാം, യേശുപ്പച്ചൻ അന്ത്യത്താഴത്തിന് ശേഷം മാളിക മുറിയിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് തന്റെ ശിഷ്യന്മാരായ 11 പേരെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. യെരുശലേമിലൂടെ നടന്ന് കിദ്രോൻ തോട് കടന്ന് ഗദസമനിയുടെ തോട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പം 8 പേരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന്
പ്രാർത്ഥിപ്പീൻ, ഞാൻ പ്രാർത്ഥന കഴിച്ച് മടങ്ങി വരുന്നത് വരെ. അവിടുന്ന് മാറിൽ ചാരിക്കിടന്നവനും എല്ലാ കാര്യത്തിനും കൂടെ നിന്നവരുമായ പ്രിയ ശിഷ്യന്മാരായ 3 പേരെ കൂട്ടി കുറച്ചും കൂടെ തോട്ടത്തിനകത്തേക്ക് കയറി ചെന്ന് അവരോടും പറഞ്ഞു, നിങ്ങളിവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അവരെ ആ 3 പേരെയും അവിടെ ഇരുത്തിയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി മുട്ടുകുത്തി വരാൻ പോകുന്ന പ്രതിസന്ധികളെ ആത്മക്കണ്ണിൽ കണ്ടുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞ് തന്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. അത് പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ടാകാം വേദനയുടെ കാഠിന്യം ചിന്തിച്ച് പറഞ്ഞതാ. പക്ഷേ തൊട്ടടുത്ത മൂമെന്റ് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നാം അടംപിടുത്തം പിടിച്ച് ദൈവസന്നിധിയിൽ തൂങ്ങിക്കിടന്ന് വിഷയത്തിന് മറുപടി തന്നില്ല എന്നുള്ള ചില കണ്ടീഷൻ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാതൃകാ പുരുഷനായി, ആരാധ്യ പുരുഷനായി, പ്രാണപ്രിയനായി, പ്രാണസഖിയായവൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മുടെ ഇഷ്ടപ്രകാരം പോകുവാനല്ല, പ്രത്യുത തന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാനാ. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയും? അപ്പാ, എന്റെ ഇഷ്ടങ്ങൾ പലതും വലിയ ശക്തിയോടെ ഉയർത്തി കാണിച്ച് അതിനുവേണ്ടി അഹോരാത്രം പ്രാർത്ഥിക്കുന്ന ഞാൻ ഇന്ന് പകൽ അങ്ങയുടെ സന്നിധിയിൽ പറയുക, അപ്പാ, എന്റെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി എന്ന് പറയുവാനുള്ള കരുത്ത് ദൈവമക്കളിൽ എത്ര പേര് ആർജിച്ചെടുക്കണം? ദൈവമക്കളെ, ആ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ താനേറെ സ്നേഹിച്ച 3 ശിഷ്യന്മാർ ഉറങ്ങുന്നതാ കണ്ടത്. ഞാൻ ഒരു സെക്കൻഡിലേക്ക് ഞാൻ ചിന്തിച്ചു, അതികഠിനമായ ദുഃഖത്തിന്റെ സ്ഥലമാ ഈ ഗദസമന, ഭീതിജനകമായ ഏകാന്തതയുടെ സ്ഥലമാ ഈ ഗദസമന, പ്രാണവേദന നിറഞ്ഞ പ്രാർത്ഥനയുടെ സ്ഥലം ഗദസമന, സമ്പൂർണ്ണ ത്യാഗത്തിന്റെ സ്ഥലമാ. കാരണം ഇനി അനുഭവിക്കാൻ പോകുന്ന ക്രൂശ് മരണത്തിന്റെ കഠിനത എത്ര വലുതാണെന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ ത്യാഗത്തോടെ സമർപ്പിക്കുക. എങ്കിലും എന്റെ ഇഷ്ടമല്ല അപ്പാ, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച സ്ഥലം. ഒരു പക്ഷെങ്കിൽ അപ്പൻ ഒരു കൂട്ടായ്മ ചിന്തിച്ചു കാണും, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് പ്രാണപ്രിയൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷെ മടങ്ങി വന്നപ്പോ അവർ ഉറങ്ങുന്നതാ കണ്ടത്. ഇന്ന് പകൽ മങ്ങിയും മയങ്ങിയും തൂങ്ങിയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം ലഭിച്ചിട്ടും, ഉണർന്നിരുന്ന് അധ്വാനിക്കുവാനുള്ള ആഹ്വാനം ലഭിച്ചിട്ടും മങ്ങിയും മയങ്ങിയും ഉറങ്ങിയും തൂങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന് ചൊല്ലിട്ടോണം കേട്ടോ. മറ്റൊന്നുമല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ ചേർക്കാൻ വീണ്ടും വരാൻ സമയമായി. കാഹളത്തിന്റെ ശബ്ദം കർണപുടങ്ങളിൽ പതിക്കാൻ സമയമായി. ഗംഭീരനാദം മുഴങ്ങാൻ സമയമായി. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇവിടെ നിന്ന് പറന്നുയരാൻ സമയമായി. മങ്ങിയും മയങ്ങിയും ഉറങ്ങിയും ഇരിക്കാൻ നേരമില്ല. ഗദസമനയുടെ തോട്ടത്തിൽ വെച്ച് 3.5 വർഷം കൂടെ നടന്ന തന്റെ ശിഷ്യൻ ഓടി വന്നങ്ങ് ചുംബിച്ചു. നിങ്ങൾ ഓർത്ത് നോക്കി, എത്ര വേദനയാ അത്. അയ്യോ, ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാ കേട്ടോ ഞാൻ. സഹവിശ്വാസിയുടെയോ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഒരു നമുക്ക് പലപ്പോഴും താങ്ങാൻ പറ്റാറില്ല, അല്ലേ? ഇല്ലേ? നിങ്ങളെല്ലാവരും ഉണ്ടോ ഇവിടെ? ആ സമയത്ത് നെഞ്ചിനകത്ത് കൊണ്ടു നടന്ന ഒരുവൻ അതേ അധ്യായത്തില് മറിയ കർത്താവിന്റെ കാലിൽ പരിമള തൈലം കൊണ്ട് പൂശിയപ്പോ അവൻ പറയുന്നുണ്ട്, ഈ പാഴ്ചെലവ് 300 വെള്ളിക്കാശിന് ഇത് വിറ്റ് ദരിദ്രർക്ക് നിങ്ങളൊന്ന് പറഞ്ഞേ, കൊടുക്കത്തില്ലയോ? ആ 300 വെള്ളിക്കാശ് പരിമള തൈലത്തിന് വിലയിട്ടവൻ എന്റെ അപ്പന് വിലയിട്ടതാ 30 വെള്ളിക്കാശ്. അല്ല, മനസ്സിലാവുന്നുണ്ടോ?
അടിമയ്ക്ക് കൊടുക്കുന്ന വില, അടിമയ്ക്ക് കൊടുക്കുന്ന വില 20 വെള്ളിക്കാശിന് യോസെഫിനെ വിട്ടു 10 കൂടെ ചേർത്ത് 30 ആക്കി ഒരടിമയെ പോലെ എൻ്റെ പ്രാണപ്രിയനെ മഹാപുരോഹിതന്മാർക്ക് ഒറ്റിക്കൊടുത്ത ആ വേദന അപ്പൻ ചോദിച്ചല്ലേ, നീ ചുംബനം കൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നീ ആ പാപം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ സമർപ്പിച്ചേനേമായിരുന്നല്ലോ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഈ കഠിന വേദന മുഴുവൻ മുമ്പിൽ കണ്ടിട്ടാ പറഞ്ഞത്, ഇതിനൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഞാൻ ഇതിനെയൊക്കെ ജയിച്ചെഴുന്നേറ്റ് പുറത്തു വരും. നമ്മള് 2025 2 മാസം കൂടെ കഴിയുമ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ പറയും, ആർക്കറിയാം, ആർക്ക് ഈ രോഗത്തിൽ നിന്ന് എങ്ങനാ സൗഖ്യം? നമ്മളെന്തോ പറയുന്നേ? ദൈവമക്കളെ, വരാൻ പോകുന്ന അതിഭയങ്കര പ്രതിസന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പൻ പറയുന്നേ, ഇതിനൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ലെന്നേ. ഗദസമനയിൽ വെച്ച് എന്നെ പിടിക്കുന്നതിനോ ഗഭതയുടെ കൽത്തളത്തിൽ വെച്ച് എന്നെ അവർ എല്ലുകളും ഈയത്തുട്ടുകളും ചേർത്ത് വെച്ച ചാട്ടവാറും കൊണ്ട് അടിക്കുന്ന അടിയിൽ എന്റെ ശരീരത്തിന്റെ മാംസകഷ്ണങ്ങൾ ഗഭതയുടെ കൽത്തളത്തിൽ വീണ് കിടന്ന് തുള്ളി വിറച്ചാലൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഞാനിതിനെ ഭേദിച്ച് പുറത്തു വരും. ഇന്ന് പകൽ എത്ര പേർക്ക് തൻ്റെയോടത്തോടെ പറയാൻ പറ്റും, അങ്ങനെ ഉയർത്തെഴുന്നേറ്റവനായി എന്റെ മുമ്പിൽ നടക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രതിസന്ധിക്കും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു കല്ലറയ്ക്കും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു പൈശാചിക മണ്ഡലത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാനുള്ള തന്റെ ഇടം. ദൂരാരകനഗരഗദനഗടഗര ഹംദനാ ജഗൽക്കനഗരഗദനഗടഗസി അടഗജാല ദുബിനഗേദ കസ്തുനാ രഗാദനഗടഗ വൈഡപ്രവദനഗടഗ സീഖമാനാ ദുരാരവനഗദനഗടഗസ്യ. ഓ രഗദനഗടഗര ഹംദനാ ജഗൽക്കനഗരഗദ. ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. കല്ലറകളെ ഭേദിച്ചവന്റെ ശക്തി ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ ന്യൂനതകളിൽ നിന്നെ പുറത്തു കൊണ്ടുവരിക, നിന്റെ രോഗത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരിക, നിന്നെ പാരമ്പര്യമായി കെട്ടിയിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെറിയുക. ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുന്നുണ്ട് ദൈവമക്കളെ. ഓരമാന വൈഡജാര ധീരഗദന ഘടക ശമ്പൽ പ്രബദന ഘടക രഹസ്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗദസമനയിൽ വെച്ച് എൻ്റെ അപ്പനെ പിടിച്ചു, അവിടെ നിന്ന് ഗഭതയുടെ കൽത്തളത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ആ ഗഭതയുടെ കൽത്തളത്തിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് കൊണ്ടുവന്നേ. എല്ലിന്റെ കഷ്ണങ്ങളും ഈയത്തുട്ടുകളും ചേർത്ത് വെച്ച ചാട്ടവാറ് 5 വിസ്താരം നടത്തി മാറി മാറി ഒരു കുറ്റവും കാണാത്തവനെ അടുപ്പിച്ച് വിടാൻ വേണ്ടി റോമൻ പടയാളികൾ ചാട്ടവാറ് ചുഴറ്റി വീശുന്നതിന്റെ ശബ്ദം നിങ്ങളുടെ ചെവികളിൽ കേൾക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടിയാട്ടോ. ആ പങ്കപ്പാടിടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം, ആ പങ്കപ്പാടിടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം. കാൽവറി ക്രൂശിൽ എൻ്റെ പേർക്കായി ചിന്തിയ രക്തം, എനിക്ക് വേണ്ടി ഏറ്റ ഓരോ അടിയും ചാട്ടവാർ ചുഴറ്റി അവന്റെ ശരീരത്തിൽ അടിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ച് മാംസകഷ്ണങ്ങൾ ഗഭതയുടെ കൽത്തളത്തിൽ വീണ് പിടയ്ക്കുക. ജീവനുള്ള മാംസകഷ്ണങ്ങൾ. ഒരക്ഷരം ഉരിയാടാതെ നിന്ന് കൊള്ളുന്ന എൻ്റെ അപ്പൻ, ഒരക്ഷരം ഉരിയാടാതെ നിന്ന് കൊള്ളുന്ന എൻ്റെ അപ്പൻ. ഒന്ന് ഹൃദയ കണ്ടുകൊണ്ടൊന്ന് കണ്ടേ. ക്രൂശിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഗഭതയുടെ കൽത്തളത്തിൽ എൻ്റെ അപ്പം ഒന്ന് വന്നേ. ആ കാലഘട്ടത്തിൽ ഒരാൾ ആരെങ്കിലും വന്ന് ഇവന്റെ ശിക്ഷ അല്ലെങ്കിൽ ഇവന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ വിട്ടുകൊടുക്കുമായിരുന്നു. പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും സൗഖ്യം പ്രാപിച്ചവരും ഒന്നിച്ച് നിന്ന് ആർത്തു വിളിച്ചു അവനെ ക്രൂശിക്കാൻ. എൻ്റെ പ്രാണപ്രിയനൊന്നും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ, ആരൊക്കെയാ വിളിക്കുന്നതെന്ന് നോക്കാതെ ആ ശബ്ദം അവന്റെ കർണപുടങ്ങളെ പറിച്ച് അകത്തേക്ക് പാഞ്ഞു ചെന്നപ്പോഴും സ്വയം പരമയാകുവാൻ ഏൽപ്പിച്ചു കൊടുത്ത നാഥന പറയുന്നത്, ഇതിനെന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഈ ഗഭതയുടെ കൽത്തളത്തിൽ എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഈ മാറി മാറി വീശിയടിക്കുന്ന ചാട്ടവാറിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഞാൻ ഇതിനെ ജയിച്ചുയർത്തെഴുന്നേൽക്കും. അംദന ജഗാന ഘടക വൈഡപ്രബദന ഘടകസി അടകജാല ദുബിനഗേദ കസ്തുനാ റബാബാ മമസേ.
ഗാദരാജര ശംദര ദബലവരവരബ ഉത്തമജാര ഹംദൽ പ്രബലകര ഗദനഘടക ശംദര അർത്ഥ രഗാന വൈഡ പ്രബദന ഘടക ശാന്തേ രഗാന ഘടക. ഓ ഹല്ലേലൂയ. അതേ മക്കളെ, സഹോദരിമാരല്ലേ ഇരിക്കുന്നേ, ഒരു കത്തി കൊണ്ട് കൈയുടെ അഗ്രമൊന്ന് മുറിഞ്ഞാൽ നാം അനുഭവിക്കുന്ന വേദന, ആ സ്ഥാനത്ത് ഒരു പാപവും ചെയ്യാത്തവൻ നമുക്ക് വേണ്ടി പാപിയായി മുദ്ര കുത്തപ്പെട്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഗപതയുടെ കൽത്തളത്തിൽ 2 കൈകൾ ചേർത്ത് കെട്ടി കമഴ്ത്തി നിർത്തി ചാട്ടവാറ് ചുഴറ്റി അടിക്കുമ്പോൾ ഓരോ അടിയിലും ഹൃദയം പൊട്ടുന്ന നിലവിളി എൻ്റെ അപ്പന്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട് വന്നു കാണും. പക്ഷെ അതൊന്നും കേൾക്കാതെ അവന്റെ ഒപ്പം അത്രയും ദിവസം നിന്നവർ ആർത്ത് വിളിച്ച് പറയുക, അവനെ ക്രൂശിക്ക്, അവനെ ക്രൂശിക്ക്. ഇന്ന് പകൽ അത് അകത്തളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ആ പ്രാണപ്രിയന്റെ സ്നേഹത്തിന്റെ ആഴം അകത്തളത്തിലേക്കൊന്ന് കയറുന്നുണ്ടെങ്കിൽ കർത്താവിന് നന്ദി കരയറ്റണം കേട്ടോ. ഞാൻ കൊള്ളേണ്ട അടിയാണല്ലോ അങ്ങ് കൊണ്ടത്, ഞാൻ അനുഭവിക്കേണ്ട വേദനയാണല്ലോ അങ്ങ് അനുഭവിച്ചത്. ആ വേദന അനുഭവിച്ച ക്രൂശ് എന്റെ അകത്ത് കയറിയത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. എനിക്കും അപ്പോസ്തലനായ പൗലോസിനു കൂടി പറയാൻ സാധിക്കണം, ഒന്നിനും എന്നെ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് ഒതുക്കാൻ പറ്റില്ല. അടിച്ച് വിട്ടയക്കാമെന്നുള്ള പീലാത്തോസിന്റെ ആഗ്രഹത്തെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് ചോര വാർന്നൊലിച്ച് മാംസകഷ്ണങ്ങളെല്ലാം ചിതറിപ്പോയി വിരൂപനായി വീണ്ടും കൊണ്ടു നിർത്തിയപ്പം ജനങ്ങൾ പറഞ്ഞു, ഇവനെ അടിച്ചിട്ട് വിട്ടാൽ പോരാ, ഇവനെ ക്രൂശിക്ക്, ഇവനെ ക്രൂശിക്ക്. ഈ ക്രൂശ് നിങ്ങളുടെ അകത്തളത്തിലേക്കൊന്ന് വരണം കേട്ടോ. എനിക്കിത് ഓർക്കുമ്പോൾ നെഞ്ചിനകത്ത് വിങ്ങല, ശ്വാസം നിലയ്ക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇന്ന് പകൽ ആ സ്നേഹത്തിന്റെ ആഴം നിങ്ങളുടെ അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഗപതയുടെ കൽത്തളത്തിലേക്ക് എന്റെ ഒപ്പം ഒന്ന് നടന്നു വന്നേ. ജനത്തിന്റെ ആർത്തുവിളി സഹിക്കവയ്യാതെ വന്നപ്പോ പീലാത്തോസ് കൈ കഴുകി മുഴുവനുമായി തന്റെ ഉത്തരവാദിത്വം ഒഴിച്ചു വിട്ടു. അപ്പോഴുണ്ട് മുൾക്കിരീടം കൊണ്ട് അവന്റെ തലയിൽ വെച്ചടിക്കുകയാ. ക്രൂശ് 2 പീസാ, അതിന്റെ ഒരു പീസ് മുകളിലിരിക്കത്തേ ഉള്ളൂ. ഗൊൽഗോഥായില് ഒന്നാ ചുമന്നു കൊണ്ട് പോകേണ്ടത്. പക്ഷെ എന്റെ പ്രാണപ്രിയൻ അവര് ചെയ്ത് എന്താണെന്നറിയാമോ? തലയിൽ വെച്ച മുൾക്കിരീടത്തിന്റെ മുള്ള് കണ്ണുകളെ തുളച്ച്, കൃഷ്ണമണിയെ തുളച്ച് പുറത്തു വന്ന് അതിവേദനയോടെ ശരീരമാസകലം കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് ശരീരം മുഴുവൻ മുറിവേറ്റവന്റെ തോളിലോട്ട് പച്ച മരം 800 കിലോ ഭാരമുണ്ടെന്ന ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ആ കുരിശെടുത്ത് തോളിലോട്ട് വെച്ചു. നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ, എന്റെ അപ്പയുടെ തോൾ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കും. അതിലോട്ട് ഈ പച്ച മരം എടുത്ത് വെച്ചപ്പോ അലറി എന്റെ പ്രാണപ്രിയൻ നിലവിളിച്ചു കാണും. വേദന സഹിക്കവയ്യാതെ, വേദന സഹിക്കവയ്യാതെ ഗൊൽഗോത്തായുള്ള യാത്രയിലേക്ക് വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും നടന്നു പോകുന്ന ആ പ്രാണപ്രിയനെ നിങ്ങളൊന്ന് ഭാവനയിൽ കാണാൻ പറ്റുമോ? മനസ്സുള്ളവർ, അവനെ അവിടെ അല്പമെങ്കിലും സ്നേഹമുള്ളവർ, അവന്റെ സ്നേഹം നെഞ്ചിനകത്ത് അല്പമെങ്കിലും ഉള്ളവർക്ക് കണ്ണ് നിറയാതെ ക്രൂശിനെ കാണാൻ പറ്റില്ല. ഇന്ന് പകൽ അത് തകർക്കപ്പെട്ടത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ അകത്തളത്തെ ഭരിക്കുമ്പോൾ കരമുയർത്തി ശക്തിയോടെ പറയണം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പൈതലാ ഞാൻ, എന്നെ ഒരു ശക്തിക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. Praise the Lord. Praise the Lord. വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും കുരിശ് നീന്തിയെടുക്കാൻ നിവൃത്തിയില്ലാതെ പെടുന്ന എൻ്റെ അപ്പനെ കണ്ടുകൊണ്ട് വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശീമോനെ നിർബന്ധിച്ച് ക്രൂശ് ചുമക്കാൻ ഏൽപ്പിച്ചു. നമ്മളെങ്ങനെയാ കർത്താവിനെ അനുഗമിക്കേണ്ടത്? അപ്പ പറഞ്ഞു, എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാൻ. നമ്മൾ ആ ചെറിയ വേദന വരുമ്പോൾ പരാതിക്കാരായി മാറുന്നത്, നമ്മൾ ആ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ പരാതിക്കാരായി മാറുന്നത്, അനുഗമിക്കാൻ പറഞ്ഞ ആ വാക്കുകളെ പിന്തള്ളിക്കൊണ്ട ഒരു ചെറിയ രോഗം വരുമ്പോൾ നാം പിന്മാറിപ്പോകുന്നത്.
ഈ സെന്ററിലുള്ള എന്റെ സഹോദരിമാരെ, അഭിഷിക്തന്മാരെ നോക്കി ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം, ഇന്ന് പകൽ ഒരു തീരുമാനത്തോടെ വേണം ഇതിനകത്തിറങ്ങാൻ. പ്രതിസന്ധികൾ വർദ്ധിച്ചാലും, വേദനകൾ വർദ്ധിച്ചാലും, രോഗം വർദ്ധിച്ചാലും ഉയരത്തിലേക്ക് നോക്കുകയല്ലാതെ, ഈ സ്നേഹത്തിൽ നിന്ന് പിരിയാതെ, ആ കാലിലെ കെട്ടിപ്പിടുത്തം വിടാതെ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്നുള്ള ഒരു ഉറച്ച നിലപാടെടുത്ത് വേണം ഇന്ന് ഇതിനകത്തുനിന്ന് പുറത്തു പോകാൻ. ദൈവമക്കളെ, ഞാൻ ആ ക്രൂശിനൊപ്പം ഒത്തിരി സഞ്ചരിച്ചിട്ടുണ്ട്. നിർബന്ധത്താൽ ചില സ്റ്റെപ്പുകൾ മാത്രം ശീമോൻ ആ കുരിശ് ചുമന്നു. വീണ്ടും എൻ്റെ പ്രാണപ്രിയന്റെ തോളിലേക്ക് ആ ക്രൂശ് മാറ്റപ്പെട്ടു. അതിവേദനയുടെ നടുവിലും ഓരോ പ്രാവശ്യം വീഴുമ്പോഴും മുൾക്കിരീടത്തിലെ മുള്ളുകൾ തലയിലേക്ക് തറച്ചു കയറുകയാണ്. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശരീരം മുഴുവനും നീർന്ന വേദന. 800 കിലോ ഭാരമുള്ള കുരിശ് തന്റെ തോളിൽ, തലയിൽ വെച്ച മുൾക്കിരീടം. ഓരോ പ്രാവശ്യത്തെ വീഴ്ചയിലും മുള്ളുകൾ ആഴ്ന്ന തലയ്ക്കകത്തേക്കും കണ്ണിനകത്തുമൊക്കെ ഇറങ്ങുമ്പോ സൈഡിൽ നിന്ന് കരയുന്ന സഹോദരിമാരെ നോക്കി പറയാ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഇന്ന് ആ വാക്കുമായിട്ട് എൻ്റെ അപ്പൻ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരഞ്ഞാൽ മതി. ഇന്ന് പകലത് ഏറ്റെടുക്കുവാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഇതിന്റെ നടുവിലിരിപ്പുണ്ടോ? ആ അതിവേദനയുടെ നടുവിലും നമ്മുടെ കണ്ണുനീര് കണ്ട സ്വർഗമുണ്ട് കേട്ടോ. അതിവേദനയുടെ നടുവിലും നിങ്ങളുടെയും എൻ്റെ കണ്ണുനീര് കണ്ട സ്വർഗമുണ്ട് കേട്ടോ. നമുക്ക് ആശ്വാസം പറഞ്ഞ സ്വർഗമുണ്ട് കേട്ടോ. അവനാണ് എൻ്റെ അപ്പൻ, അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. പെരുമ്പാവൂരുള്ള ജിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അമറുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യക്കാരൻ അതിദാരുണമായി കൊലപ്പെടുത്തിയ സമയത്താ എന്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടില്. ജോലിയില്ല, സ്ഥിരമെന്ന് പറയാൻ ഒരു വരുമാനമില്ല, നല്ല വാടക കൊടുത്ത് നല്ല വീടെടുക്കുവാനുള്ള സാഹചര്യമില്ല. ഒന്ന് അമർത്തി തള്ളിയാൽ കതക് തുറന്നു പോകും. അത്തരത്തിലൊരു വീട്ടിൽ 19 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുമായി ഞാൻ താമസിക്കാൻ ചെന്ന് കയറി. കർത്താവിന്റെ വേലയ്ക്ക് പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. അപ്പാ, കാരണം എല്ലാവരും എന്നെ വഴക്ക് പറയുമെന്ന് എനിക്കറിയാം. ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പാ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. 1, 5 രൂപയ്ക്ക്. 2, 1 ഗ്ലാസ് വെള്ളത്തിന്. 3, ഒരന്തി ഉറങ്ങാൻ. ഞാൻ ആരുടെയും മുന്നിൽ പോകത്തില്ല. എൻ്റെ സഹോദരങ്ങളോട് പോലും എൻ്റെ നൊമ്പരം ഞാൻ പറയത്തില്ല. ഇത് കർത്താവിനോട് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇബ്താഗിന് സംഭവിച്ചത് എനിക്കും സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഇബ്താഗ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യിച്ച് മടങ്ങി ചെല്ലുമ്പോൾ ആദ്യം എന്നെ എതിരേൽക്കുന്നത് ആരാണോ അവനെ അല്ലെ അവളെ ഞാൻ യഹോവയ്ക്ക് സമർപ്പിക്കും, യാഗമർപ്പിക്കും. ഇബ്താഗിന്റെ ചിന്താഗതികളെ മുഴുവനും തെറിപ്പിച്ചുകൊണ്ട് ഇബ്താഗിന്റെ മുന്നിൽ വന്നത് തൻ്റെ ഒരേ ഒരു മകൾ അക്സ. തൻ്റെ മകളെ നോക്കി ഇബ്താഗ് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യോ മകളെ, ഞാൻ യഹോവയോട് പറഞ്ഞു പോയി, എനിക്ക് മാറിക്കൂടാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര കാര്യങ്ങൾ വർഷത്തിന്റെ അവസാനത്തിലും പുതിയ വർഷത്തിന്റെ ആരംഭത്തിലും വചനം കേൾക്കുമ്പോഴും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ നിവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് പകൽ നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വാഗ്ദാനങ്ങളെ എല്ലാം സ്വർഗത്തോട് ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ചു വേണം പോകാൻ. ഇന്ന് പകൽ അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പനോട് പറഞ്ഞാൽ ചെയ്തേ പറ്റത്തുള്ളൂ. പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, സ്വർഗത്തിൽ പോകത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ലൈവ് പോകുന്നതുകൊണ്ട് എന്നാലും പറഞ്ഞേക്കാം,
ഭയങ്കര വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതിന്റെ നടുവിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, മമ്മി ഇപ്പം യേശുപ്പച്ചൻ വന്ന ഇതിനകത്ത് നിന്ന് എത്ര പേര് പോകും? വലതുകരം നെഞ്ചത്ത് വെച്ച് പറയാൻ പറ്റുമോ ഇപ്പൊ എൻ്റെ അപ്പ വന്ന അപ്പനോടൊപ്പം ഞാൻ പോകുമെന്ന്? പറയാൻ കഴിയണം. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നത് എന്റെ പോളിസിയൊക്കെ അത്രയേ ഉള്ളൂ. ജീവിക്കുവാണ് അവസാന ശ്വാസം വരെ ഫുൾ സ്ട്രെങ്തിൽ അപ്പന് വേണ്ടി നിൽക്കണം. അതിന് വേദി വേണോ നിർബന്ധമില്ല. എനിക്ക് 10-2 പേര് കൂടുന്ന കവലയാണേലും മതി. ഇല്ല, ഈ ജീവിതം കൊണ്ട് അർത്ഥമില്ല. നമുക്കറിയാം, ന്യൂ ഇന്ത്യ ദൈവസഭയുടെ സ്ഥാപകനായിരിക്കുന്ന കർത്താവിന്റെ നിത്യത്തിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി.എ. തമ്പി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോ ഓർക്കുകയാണ്. നിയോഗം കിട്ടിക്കഴിഞ്ഞ് ഇരുന്ന് തുരുമ്പിച്ച് തീരുന്നതിനേക്കാളും നല്ലത് ആ നിയോഗം പൂർണ്ണമായി ഏറ്റെടുത്ത് തേഞ്ഞു തീരുന്നതാ നല്ലതെന്ന്. ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് നിയോഗം ഏറ്റെടുത്ത് വിളിയുണ്ടെന്നും തിരഞ്ഞെടുപ്പുണ്ടെന്നും മനസ്സിലാക്കി തുരുമ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ് ജീവിതത്തിലെങ്കിൽ ഇന്ന് പകൽ നമുക്കൊന്ന് മടങ്ങി വരണം. തുരുമ്പിച്ച് തീരുന്നതിനേക്കാളും നല്ലത് തേഞ്ഞങ്ങോട്ട് തീരാ. അപ്പന്റെ പൊന്നുമുഖം ഒന്ന് കാണാമല്ലോ. ആ പ്രത്യാശ ഇന്ന് പകൽ അകത്തളത്തിൽ വ്യാപരിക്കണം ദൈവമക്കളെ. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടുപുറകിൽ ഓൾ കേരള ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റാ. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ജോലി ചെയ്യുന്ന സ്ഥലം. ഒരു ഷിഫോൺ സാരിയുടെ സാരിത്തലപ്പും കൊണ്ട് പൊതിഞ്ഞ ഇവരുടെ നടുവിൽ കൂടെ ഞാൻ എൻ്റെ 19 വയസ്സ് പ്രായമുള്ള പെൺമക്കളെ ആ വീട്ടിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും മാറി. എല്ലാവർക്കും ഞങ്ങളൊരു ബാധ്യതയായി മാറി. ജോലിയില്ല, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമയമെത്തി. അടുത്തു വന്നാൽ, അടുത്തു നിന്നാൽ, ഫോൺ വിളിച്ചാൽ, ഫോൺ എടുത്താൽ സഹായത്തിന്റെ ഹസ്തം നീട്ടേണ്ടി വരുമെന്ന് കണ്ട് സകലരും പുറകിലേക്ക് മാറി. ചിലർ പെർമനന്റ്ലി ഞങ്ങളെ ഉപേക്ഷിച്ചു. ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് കരുതിയ ചിലർ. പക്ഷേ അപ്പ അന്ന് രാത്രി എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാണ്. ചില വർഷങ്ങൾ ആ ശബ്ദം എൻ്റെ ചെവിക്കകത്ത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഈ വീട്ടിൽ വന്ന് കയറും, ഫ്രണ്ട് ഡോറ് അടച്ചു കുറ്റിയിടും, തറയിൽ പായിട്ട് എനിക്ക് കാണത്തക്ക രീതിയിൽ മക്കളെ തറയിൽ കിടത്തിയിട്ട് അടുക്കള വാതിൽക്കൽ ഞാൻ ചാരിയിരിക്കും നേരം വെളുക്കുന്നത് വരെ. ഒരു ചെറിയ ശബ്ദം കേട്ടാൽ എൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും. ഒരു ചെറിയ കരിയില അനങ്ങിയാൽ എൻ്റെ നെഞ്ച് പടയ്ക്കാൻ തുടങ്ങും. എൻ്റെ ചിന്ത, എന്നെ ഉപദ്രവിച്ചിട്ട് എൻ്റെ മക്കളെ ആരെങ്കിലും നശിപ്പിച്ചു കളയുമോ, ഇല്ലാതെയാക്കുമോ, കൊന്നു കളയുമോ എന്നൊക്കെ ഒരു ഭയം ആ നാളുകളിൽ എൻ്റെ ഹൃദയത്തെ ഭരിച്ചു. ഓരോ രാത്രിയും എനിക്ക് പറയാനൊന്നുമില്ല അപ്പായോട്, അപേക്ഷിക്കാനൊന്നുമില്ല അപ്പായോട്. അപ്പായേ, 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 ഈ വിളി വിളിച്ച് 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 നേരം വെളുപ്പിച്ച് എത്ര ദിനം. അറിയാതെ എങ്ങാനും ഒന്ന് കണ്ണു മയങ്ങിപ്പോയാൽ ചാടി എഴുന്നേറ്റ് മക്കളെ നോക്കും. അവരെവിടെ ഉണ്ടല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. 121 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി എന്നെയും എൻ്റെ മക്കളെയും കൈവെള്ളയിൽ പരിപാലിച്ചു.
ആ കർത്താവ് പറഞ്ഞത്, ഗപ്പതയുടെ കൽത്തളത്തിലോ ഗത്സമനയുടെ വേദനയിലോ ഗൊൽഗോത്തായുടെ അതിദാരുണമായ ക്രൂശീകരണത്തിനോ എന്നെ ഒതുക്കാൻ പറ്റില്ല. ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവമാണ്. കരമൊന്ന് വീശി പ്രാണപ്രിയനെ ഒന്ന് സ്തുതിക്കാമോ? കരമൊന്നുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? എനിക്കറിയാം, ഞാൻ പറയുന്ന അനുഭവത്തിന്റെ ഓരോ വാക്കുകളും ചില ഹൃദയങ്ങളിൽ ആശ്വാസത്തിന്റെയും തണുപ്പിന്റെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങൾ വീശുന്നത് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് പറയുക, ഒന്നിനും നമ്മളെ ഒതുക്കാൻ വിട്ടുകൊടുക്കരുത്. ഒരു മണ്ഡലത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ വിട്ടുകൊടുക്കരുത്. കാരണം ഇതിനെ മുഴുവനും ജയിച്ച ജയാളിയായ ക്രിസ്തുവാണ് നമ്മുടെ മുമ്പായി പോകുന്നത്. കരമുയർത്തി വീശി ദൈവത്തെ സ്തുതിച്ചാട്ടോ. എത്ര ദിവസങ്ങൾ, എത്ര രാത്രികൾ അങ്ങനെ നേരം വെളുപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സന്തോഷമായി ഇന്ന് ഓർക്കുമ്പം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്, മറ്റൊന്നു വിളിക്കുമ്പോഴും അപ്പ വന്നില്ലെങ്കിലും അപ്പായെ എന്ന് വിളിക്കുമ്പം അവൻ വരും. പരാതിപ്പെട്ടിക്കാരൊന്നും ആവല്ല് കേട്ടോ. വലിയ നീണ്ട ലിസ്റ്റ് പരാതിയുമായിട്ടൊന്നും ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും ചെല്ലല്ല. വലിയ നീണ്ട ലിസ്റ്റ് പ്രാർത്ഥിക്കാനൊന്നും വിട്ടുകൊടുക്കരുത്. യഥാർത്ഥമായിട്ട് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ സകലതും അപ്ഡേറ്റഡ് ആക്കി ജീവിതത്തിൽ തരാൻ വിശ്വസ്തനായ എന്റെ കർത്താവ്. അങ്ങനെ ഞാൻ പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ തന്റെ ഇടമുണ്ട്. നീ വിശ്വസ്തനായിരുന്നാൽ മാത്രം മതി, സകലതും ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനാ. ദൈവമക്കളെ, അപ്പ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും, എങ്ങനെയൊക്കെ അവരുടെ ശരീരത്തെ തച്ചുടച്ചു കളഞ്ഞാലും, എങ്ങനെയൊക്കെ അതിദാരുണമായ പീഡനങ്ങൾ എൻ്റെ ശരീരത്തിൽ അവർ ചെയ്താലും, ഏതൊക്കെ രീതിയിൽ എൻ്റെ ശരീരത്തെ ഇല്ലാതെയാക്കിയാലും അതിനൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഇന്ന് പകൽ ചലഞ്ച് ചെയ്ത് പറയണം, സകലത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റവനായി എന്റെ നാഥൻ. അതുകൊണ്ട് ഒരു രോഗത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു ഭാരത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു മണ്ഡലത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനോ ഒരു വേദനയ്ക്കോ ഒരു മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ടുകൾക്കോ എന്നെ ഒതുക്കാൻ പറ്റില്ല. കാരണം ഇതിനെ മുഴുവനും ജയിച്ച ജയാളിയായ ക്രിസ്തുവാണ് എന്റെ മുമ്പാകെ പോകുന്നത് എന്ന് കരമുയർത്തി തന്റെ ഇടത്തോടെ പറയുവാൻ. ഉഠരമന ഘതുരഗതന ഘടക ശബ്ദന ജഗാന ഘടക വൈഡപ്രപദന ഘടക രഗതുനഗരഗ സികമാന. ഹല്ലേലൂയ. ഹോരബാര ഹംദരാര ദരഗരഗതന ഘടകസി അടഗജാല ദുബിനഗേദ കസ്തുനാര ഗകനഗരഗതന ഘടക ശബ്ദരേ ദുമാനാര ലമാസിക നിഗോരാര ധുരീമാന വൈഡോരമ ധുരീര ലബശൈഡര. ഓ രാമാധോ രേഖേ ശബ്ദ രഗന അടകം ജാരം വേദ ഘടകം ദുമന. ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ അടിയറവ് പറയട്ടെ. ചില രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. നാളുകളായി കുടുംബത്തെ മുന്നോട്ട് വിടാതെ വണ്ണം തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ദൂരമയാരഗതനഘടക ശബ്ദര ജഗൽക്കനഗരഗതനഘടകസി അടകം ജാരം വേദ ഘടകം ശബ്ദര തുമന രമന രമന രമാവാവാവ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. റോമ ഗവൺമെന്റ് ചിന്തിച്ചു, ഇനി he is no more. എന്തൊക്കെ ക്രൂരതകൾ കാണിക്കാൻ പറ്റുമോ അത് മുഴുവനും നിയമവിരുദ്ധമായി എൻ്റെ പ്രാണപ്രിയന്റെ മേൽ അവർ അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ അപ്പൻ അപ്പോഴും പറഞ്ഞു, ഇതിനൊന്നും എന്നെ, നിങ്ങളൊന്ന് പറഞ്ഞേ, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഒരു മണ്ഡലത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ക്രിസ്തു എനിക്ക് മുമ്പായി നടക്കുന്നത് കൊണ്ട് ഒരു മണ്ഡലത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ആ ഉറപ്പോടെ വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. ഇല്ല, ഒരു പൈശാചിക മണ്ഡലത്തിനും എന്നെ തോൽപ്പിക്കാൻ ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ആർക്കും എന്നെ ഒതുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അപ്പൻ എന്റെ ഒപ്പമുണ്ട്. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, കല്ലറകളെ ഭേദിച്ചവൻ. ഓ അപ്പാ,
ഉടരമന ഹതുരജാരകൾ കനകരകതന ഘടക ശാന്തര ഭരതര കഥന ഘടകസി ഓരമ ശാന്തരെ ചുമാന മാറോകോ ധീര ബമസേ. ഒരു വേദനയ്ക്കും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ അപ്പൻ തന്റെ ഹൃദയം ഏറ്റവും അധികം തകർന്നത് തന്റെ പ്രിയപ്പെട്ടവർ തന്നെ വിട്ട് ഓടിപ്പോയപ്പോഴാണ്. അവരുടെ സാന്നിധ്യം ഏറ്റവും അധികം കൊതിച്ചപ്പോഴും അവരെ ആരെയും അടുത്ത് കിട്ടിയില്ല. എല്ലാവരും വിട്ടിട്ട് ഓടിപ്പോയി. ആരൊക്കെ നിങ്കൽ ഇടറിയാലും ഞാൻ ഇടറത്തില്ല എന്ന് പറഞ്ഞ പത്രോസ് 3 വട്ടം അപ്പനെ തള്ളിപ്പറഞ്ഞു. മാറിൽ ചാരിക്കിടന്ന യോഹന്നാൻ, കൂടെ നടന്ന ശിഷ്യന്മാർ ഓരോരുത്തരും അപ്പന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയതായിരിക്കണം അപ്പന്റെ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ വേദന. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. അവിടെ അപ്പൻ പറയാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരൊക്കെ എന്നെ വിട്ടിട്ട് പോയാലും എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ തൻ്റെ ഇടത്തോടെ വലതുകരം ഉയർത്തിക്കൊണ്ട് പറയണം, ഈ ലോകത്ത് ആരൊക്കെ എന്നെ വിട്ടാലും, ഈ ലോകത്തെ ആരൊക്കെ ബന്ധങ്ങൾ എന്നെ അഴിച്ചു മാറ്റി വെച്ചാലും, ഏതൊക്കെ ബന്ധങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ എന്നെ അവഗണിച്ചാലും, എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ജയിക്കും. Praise the Lord. Praise the Lord. Praise the Lord. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ആഗ്രഹം എൻ്റെ പപ്പേനെ ഒന്ന് കാണണമെന്നാണ്. എൻ്റെ അപ്പനെ എനിക്കൊന്ന് കാണണം. എൻ്റെ അപ്പനെ എനിക്കൊന്ന് കാണണം. ആ മുൾക്കിരീടം വെച്ച തല എനിക്കൊന്ന് കാണണം. ചാട്ടവാർ അടി കൊണ്ട മുതുക് എനിക്കൊന്ന് കാണണം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ പാട്ട് പാടി കരയാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ നിലവിളിയോടെ ഞാൻ ആ പാട്ട് പാടാറുണ്ട്. മുൾക്കിരീടം സൂടപ്പെട്ട തലയെ പാർപ്പേൻ, പോർക്കിരീടം സൂടിനാനും മകിഴ്ന്നിടുവേൻ. മുൾക്കിരീടം സൂടപ്പെട്ട തലയെ പാർപ്പേൻ, പോർക്കിരീടം സൂടിനാനും മകിഴ്ന്നിടുവേൻ. വാറിനാലാടി വെട്ട മുതുകை பார்ப்பேன், വാറിനാലാടി വെട്ട മുതുകை பார்ப்பேன். ஒவ்வொரு காயங்களால் முத்தம் செய்வேன், ஒவ்வொரு காயங்களால் முத்தம் செய்வேன். இன்ப இயேசு ராஜாவை நான் பார்த்தால் போதும், மகிமையில் அவரோடு நான் வாழ்ந்தால் போதும். இன்ப இயேசு ராஜாவை நான் பார்த்தால் போதும், மகிமையில் வாழ்ந்தாൽ போதுം. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഓ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വേറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വേറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇടയാകും യേശുവോടു ചേർന്നാൽ മതി, ഇടയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ
ഈ പകലവന്റെ വരവെങ്കിൽ അവനോടൊപ്പം പറന്നുയരുവോ. ഉദരബലബലബലവ ശതരകലകരകസി ഹടകജാല ദുബിരകേത കസ്തുന രഗൽക്കനകരകരകടക ശബ്ദരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരമൊന്ന് വീശി പ്രാണപ്രിയനെ ഒന്ന് സ്തുതിച്ചേ. ദൈവമക്കളെ, സകലത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണാൻ ഹൃദയം അകത്തളത്തിൽ വെമ്പൽ കൊള്ളണം കേട്ടോ. അവനെ കാണാനുള്ള ഒരുക്കത്തിന്റെ സമയം സമാഗതമായി. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് വരാൻ സമയമായി. ഇന്ന് പകൽ എന്റെ അപ്പനോടൊപ്പം പോകണം, എനിക്ക് എന്റെ അപ്പനെ ഒന്ന് കണ്ടാ മതിയെന്ന് അകത്തളത്തിൽ വെമ്പുന്നതയോ മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അപ്പൻ തന്റെ ഒറ്റ വാക്കുകൊണ്ട് മുഴുലോകത്തോടും വിളിച്ചു പറഞ്ഞു, ഈ പ്രതിസന്ധിക്കൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഈ പ്രതികൂലത്തിനൊന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഇവർ എന്നെ ഒതുക്കുമായിരിക്കും ഒരു ദിവസം, ഇവരെന്നെ ഒതുക്കുമായിരിക്കും 2 ദിവസം, 3 ദിവസമുണ്ടെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടും, പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടും. കല്ലറകളെ ഭേദിച്ച എന്റെ അപ്പൻ പുറത്തു വരും. അവൻ പുറത്തു വരിക തന്നെ ചെയ്യും. അവൻ പുറത്തു വന്നതയുമോ. ദൈവമക്കളെ, ചലഞ്ചിങ് ആയിരിക്കണം ക്രിസ്തീയ ജീവിതം. വെല്ലുവിളിച്ച് പൈശാചിക മണ്ഡലത്തോട് പറയണം, നീ വാ, നീ വാ. സകലത്തെയും ജയിച്ച ജയാളിയായ അപ്പന്റെ മകളാ ഞാൻ. സകലത്തെയും ജയിച്ച ജയാളിയായ എന്റെ പ്രാണപ്രിയന്റെ മണവാട്ടിയ ഞാൻ. എന്നെ തോപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ലെന്നുള്ള തന്റെ ഇടം, അത് പറയാനുള്ള കരുത്ത് ആത്മാവിന്റെ ശക്തിയോടെ, പുനരുത്ഥാനത്തിന്റെ ബലത്തോടെ എന്റെ ദൈവമക്കൾ ഏറ്റെടുത്ത് വേണമെന്ന് വിടുന്ന മടങ്ങാൻ. നാം നിസ്സാരക്കാരാണെന്ന് ഒരിക്കലും കരുതരുത്. പൈശാചിക മണ്ഡലത്തിന് തോൽപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. ഇന്ന് പകൽ ചലഞ്ചിങ് ആയിട്ട് പറയണം, ഞാൻ തോൽക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തില് ഏവിനോയിഡിന്റെ ഭാഗത്ത് 5ലധികം മേജർ ബ്ലോക്ക് വന്ന് 3 മേജർ അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് എന്റെ ജീവിതത്തിൽ വന്നയാളാ. ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോൾ 18 ദിവസം CCUവിൽ കടന്നു ഡൽഹിയിൽ. രണ്ടാമത്തെ അറ്റാക്ക് വന്നപ്പോൾ 9 ദിവസം CCUവിൽ കടന്നു. മൂന്നാമത്തെ അറ്റാക്ക് വന്നപ്പോൾ കല്ലിയൂർ അപ്പോസ്തലിക് ചർച്ചിൽ ചെന്ന് അവരുടെ ജനറൽ കൺവെൻഷൻ ഒരു സഹോദരിമാരുടെ മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ട് വന്ന അന്ന് രാത്രി എന്റെ ഹസ്ബൻഡ് ഛത്തീസ്ഗഡിലാണ്. 2017 എന്റെ ഇളയ കുഞ്ഞ് എന്റെ കൂടെയുണ്ട്. ആദ്യത്തെ 2 മേജർ അറ്റാക്ക് വന്നപ്പോൾ ഡീഫെബ്രിലേറ്റ് ചെയ്യും, ഇച്ചിരി ഓവർ മെഡിക്കേഷൻ എന്റെ ദേഹത്ത് അപ്ലൈ ചെയ്യേണ്ടതുകൊണ്ട് എന്റെ ഞരമ്പുകളെല്ലാം ഡാമേജ് ആയിപ്പോയി. ഒരു സിംഗിൾ ഡ്രോപ്പ് മെഡിസിൻ എന്റെ ശരീരത്തിൽ കയറ്റാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ഞരമ്പുകൾ കംപ്ലീറ്റ് ഡാമേജ് ആയി. അർദ്ധരാത്രിക്ക് എന്റെ മോള് യൂബർ ടാക്സി വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. വേഗത്തിൽ അവർ CCUവിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് പകൽ നമ്മൾ ചിലതിനെ ജയിക്കണം എന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഡോക്ടർ, നഴ്സുമാർ ഇറങ്ങി വന്ന് എന്റെ മോടെടുക്കൽ നിന്ന് ഹൈ റിസ്ക് കൺസെന്റ് എഴുതി വാങ്ങിച്ചു. കാരണം ഞരമ്പ് കിട്ടുന്നില്ല, ഇഞ്ചക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കാർഡിയാക് മോണിറ്റർ, ഡീഫെബ്രിലേറ്റർ, മാനുവൽ ECGs, ട്രോപ്പൈ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. എല്ലാത്തിലും ഭയങ്കര വേരിയേഷൻ. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. എന്റെ ഇളയ കുഞ്ഞ് CCUവിന്റെ വെളിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഹൈ റിസ്ക് കൺസെന്റിൽ സൈൻ ചെയ്തിട്ട്. അവർ അനസ്തെറ്റിക്സിനെ പെട്ടെന്ന് ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു, സാർ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കലാ, നോർമൽ വെയിൻസ് ഒന്നും കിട്ടത്തില്ല, സെൻട്രൽ ലൈൻ ഇട്ട് വേണം ഇഞ്ചക്ഷൻ കൊടുത്ത് വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, സാർ വേഗത്തിൽ വരണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ അവിടെ കിടന്ന് കേൾക്കുന്നുണ്ട് അർത്ഥബോധാവസ്ഥയിൽ. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പം ഒരു സിസ്റ്റർ വന്ന് എന്റെ തോളെ തട്ടിട്ട് ചോദിച്ചു, ആൻസിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, സംസാരിക്കാൻ എനിക്ക് അധികം പറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഇവരെ കാണിച്ചു. പക്ഷേ അപ്പോഴും സിവിയർ പെയിൻ എന്റെ ചെസ്റ്റിനുണ്ട്,
ECGക്കകത്തെല്ലാം സിവിയർ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക. അവരിടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നത് സൈലന്റ് അറ്റാക്ക് ഇതോടൊപ്പം വന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടോ എന്ന് അറിയാനാണ് ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ടുന്നത്. ഒരു പ്രാവശ്യം സിസ്റ്റർ വന്ന് തട്ടിയപ്പം അർത്ഥബോധാവസ്ഥയിൽ അവരോട് ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ ഒത്തിരിയായി, ഒരു സ്ഥലത്തെങ്കിലും ഇനി അങ്ങേ ഉയർത്താൻ എന്നെ നിർത്തണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കിടക്കയിൽ ഞാൻ രോഗിയായിട്ട് എഴുന്നേക്കരുത്, വെന്റിലേറ്ററിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്, എനിക്ക് സൗഖ്യം തരണം. ഇല്ലെങ്കിൽ അവർ വന്ന് സെൻട്രൽ ലൈനിട്ട് കുത്തി വെന്റിലേറ്ററിൽ കിടത്തി പഴയതിനേക്കാളും പരിതാപകരമായ അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം പോകുന്നതിനേക്കാളും നല്ലത് എൻ്റെ അപ്പ എന്നെ എടുക്കാമോ? ഞാൻ അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് കേട്ടോ. എൻ്റെ കൂടെ വരാമോ? എന്നെ വിട്ടിട്ട് പോകല്ലേ? ഇതൊക്കെയാ ഞാൻ പറയുന്നേ. ഞാൻ അങ്ങനെ എൻ്റെ പ്രാണപ്രിയനോട് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും സെക്കൻഡുകളായതേ ഉള്ളൂ. ആ 3 പ്രാവശ്യവും എനിക്ക് വന്നിട്ടുള്ളതിൽ വെച്ച് അതിഭയങ്കരമായ ഒരു ചെസ്റ്റ് പെയിൻ എൻ്റെ ജീവിതത്തിൽ വന്നു. പെട്ടെന്ന് സിസ്റ്റർമാരും ജൂനിയർ ഡോക്ടേഴ്സും എല്ലാം, ഞാൻ ബെഡിൽ നിന്ന് പൊങ്ങിപ്പോയി. അവരെല്ലാം എന്നെ അമർത്തി ആ ബെഡിലോട്ട് കിടത്തി. ആ വേദനയെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ആ വേദനയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ അപ്പ അനുഭവിച്ച വേദന എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കാറുണ്ട്. അവരെല്ലാം അമർത്തി എന്നെ കിടക്കയിലേക്ക് കിടത്തിയിട്ട് പറഞ്ഞു, തീർന്നെന്ന് പറഞ്ഞു. തീർന്നെന്ന് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കും കൂടെ വന്നു, ഇനി ആളില്ല. പക്ഷെ അവരെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് എന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന മോണിറ്ററിനകത്തെല്ലാം എന്റെ ഹാർട്ടിന്റെ വേവ്സ് നോർമൽ വരാൻ തുടങ്ങി. മെഡിക്കൽ സയൻസ് അല്ലേ, പെട്ടെന്നൊന്നും ഇതകത്തോട്ട് കേറത്തില്ലല്ലോ. അവരെന്റെ ദേഹത്തൊട്ടിച്ചിരുന്ന ഇലക്ട്രോഡ്സ് എല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് അടുത്തത് ഒട്ടിച്ചു. കാരണം ഈ വന്ന ചെസ്റ്റ് പെയിനിൽ പൊങ്ങിപ്പോയത് കൊണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആയെന്നും പറഞ്ഞ് അവരിതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും 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 ഒട്ടിച്ചു. അവരെങ്ങനൊക്കെ നോക്കിയിട്ടും എന്റെ ഹാർട്ടിന്റെ വേവ്സ് അബ്സല്യൂട്ട്ലി നോർമൽ. ഇതിവർ ധൃതിയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനസ്തെറ്റിക്സ് വന്നു. പുള്ളി നേഴ്സ് ICUവിനകത്തോട്ട് കയറി ചെരുപ്പ് മാറിയപ്പോൾ തന്നെ ഗ്ലൗസ് ഇട്ടുകൊണ്ടാ കയറി വരുന്നത് എന്റെ അടുക്കലോട്ട്. കാരണം അത്ര ക്രിട്ടിക്കൽ സ്റ്റേജാന്നാ പറഞ്ഞറിയിച്ചേ. അദ്ദേഹം എന്റെ കിടക്കക്കരികി വന്നപ്പോ ഞാൻ അദ്ദേഹത്തെ കണ്ണു തുറന്ന് നോക്കുക. അദ്ദേഹം സിസ്റ്ററോട് ചോദിച്ചു, ഏത് പേഷ്യന്റിന് വേണ്ടിയാ എന്നെ വിളിച്ചേ? ഉടനെ സിസ്റ്റർ ഭയങ്കര ചൂടനാന്നോ എനിക്ക് തോന്നുന്ന ആ ഡോക്ടർ. എന്നോട് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. സിസ്റ്ററോട് എന്നെ വിറച്ചോണ്ട് പറഞ്ഞു, ഈ പേഷ്യന്റിന് വേണ്ടിയാ വിളിച്ചേ. ഉടനെ കാർഡിയാക് മോണിറ്ററിലെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് നോർമൽ ആണല്ലോ. ഉടനെ സിസ്റ്റർ പറഞ്ഞു, അല്ല സാറേ, ഇപ്പൊ ഒരു ചെസ്റ്റ് പെയിൻ വന്നു, അതിനു മുമ്പ് വരെ ഭയങ്കര വേരിയേഷൻ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു, നീ ആ ഫയൽ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാനിതെല്ലാം കേട്ടോണ്ടും കണ്ടുകൊണ്ടും കിടക്കുക. എനിക്ക് മനസ്സിൽ ചിരി വരുന്നുണ്ട്. കാരണം എന്റെ അപ്പ ഇറങ്ങിയത് ഞാൻ ഫീൽ ചെയ്തതാ. 2-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ. വല്ല മനസ്സിലായോ? സ്വർഗത്തിൽ വസിക്കുന്നവൻ. എന്തിനാ ചിരിക്കുന്നേ? 1 മുതലുള്ള വാക്യത്തിൽ, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റ് അധിപതികൾ തമ്മിൽ ആലോചിച്ചിട്ട് പറയുക, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ഒന്നടങ്കം ഇല്ലാതെ ആക്കിയേക്കാമെന്ന് അധിപതികൾ തമ്മിൽ ആലോചിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ചിരിക്കുക, നിന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യടാ, ബാക്കി ഞാൻ ചെയ്തോളാമെന്ന്. ഇന്ന് വല്ല മനസ്സിലാകുന്നുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നമുക്ക് വേണ്ടി പട്ടാളമായിട്ട് സ്വർഗം ഇറങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ കിടന്ന് ഊറി ചിരിച്ചു. സിസ്റ്റർ ഫയൽ എടുക്കാൻ ഓടിപ്പോയപ്പോ ഈ ഡോക്ടർ എന്നോട് ചോദിച്ചു, ആൻസി, ആർ യു പെന്തക്കോസ്റ്റ്? പെന്തക്കോസ്റ്റ് ആണോന്ന്. പെന്തക്കോസ്റ്റ് ആണോ? പെന്തക്കോസ്റ്റ് ആണെങ്കിൽ യേശു ഇറങ്ങുമെന്ന് ആർക്കറിയാം? നമുക്ക് അറിയത്തില്ലാത്ത, പക്ഷെ അവർക്കറിയാം. നീ പെന്തക്കോസ്റ്റ് ആണെങ്കിൽ, നീ യഥാർത്ഥ പെന്തക്കോസ്റ്റ് ആണെങ്കിൽ നിന്റെ അടുക്കൽ നാഥൻ ഇറങ്ങുമെന്ന് ലോകർക്കറിയാം. ഞാൻ പറഞ്ഞു, യെസ് സാർ, ഞാൻ പെന്തക്കോസ്താ. ഉടനെ പറഞ്ഞു, നിന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കിട്ടോ? ഞാൻ പറഞ്ഞു, യെസ് സാർ, ഐ നോ ദാറ്റ്.
ഞാൻ പറഞ്ഞു യെസ് സർ, ഐ നോ ദാറ്റ്. ഉടനെ എന്നോട് ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു സാറേ, ആ യേശുവിന് ഒരു പ്രത്യേക ഫീലിങ്സ് ഉണ്ട്. അടുത്ത് വരുമ്പോ ഇവിടെ ഇരുന്ന് എത്ര പേര് ആ ഫീലിങ്സ് ഒന്ന് അനുഭവിച്ചു? എത്ര പേരാ ഫീൽ ചെയ്തു അപ്പൻ അടുത്ത് വന്നെന്ന്, അപ്പൻ എന്റെ അടുക്കലുണ്ടെന്ന്? ആദ്യം കർത്താവിന്റെ ദാസൻ പറഞ്ഞത് മുതല്, ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുതല് ഈ സെക്കൻഡ് വരെയിൽ ഏതെങ്കിലും ഒരു മിനിറ്റ് എന്റെ അപ്പൻ അടുത്ത് നിന്നത്, അടുത്ത് വന്നത്, അടുത്ത് ചേർത്ത് നിർത്തിയത്, കണ്ണുനീര് തുടച്ചത്, ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞത്, നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ലെന്ന് ചെവിയിൽ മന്ത്രിച്ചത് കേട്ടത് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ എന്റെ നാഥനെ ഒന്ന് സ്തുതിക്കൂ. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഭയങ്കരം, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഇത് ഭയങ്കരം. വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വെന്റിലേറ്ററും സകല ഇൻസ്ട്രുമെന്റ്സും എല്ലാം ഓണാക്കി റെഡിയാക്കി വെച്ചിരുന്ന സ്ഥാനത്ത് ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂർ കഴിയുമ്പോൾ പൊക്കോട്ടോ. 2017 2 മണിക്കൂർ കഴിഞ്ഞ് ആശുപത്രിയുടെ പുറത്തിറങ്ങിയത്. പിന്നെ ഇന്നു വരെ അതും പറഞ്ഞ് അതിനകത്തോട്ട് കയറിയിട്ടില്ല. നിന്റെ നാഴികമണി എപ്പം നിലയ്ക്കണമെന്ന് തീരുമാനിക്കുന്ന മെഡിക്കൽ സയൻസ് അല്ല, നീ എപ്പം നിന്നു പോകണമെന്ന് തീരുമാനിക്കുന്ന ലോകത്തിലെ ഡോക്ടേഴ്സ് അല്ല, നീ എപ്പം അസ്തമിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ പ്രാണപ്രിയന്റെ പാണ്ടക്കെട്ടിന്ന് നിന്റെ പ്രാണൻ അഴിച്ചുവിടാതെ നടക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നിനും എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റില്ല എന്ന് പറയാൻ. ദൈവമക്കളെ, അപ്പനെ കാണാനും അപ്പനോടൊപ്പം സഞ്ചരിക്കാനും അപ്പനു വേണ്ടി ജീവിക്കാനും മുന്നിൽ നടക്കുന്ന അപ്പനെ യഥാർത്ഥമായി അനുഗമിക്കാനുമാണ് ഹൃദയത്തിൽ തീരുമാനമെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. അബ്രഹാം തന്റെ പുത്രൻ ഇസഹാക്ക്, തന്റെ മകൻ യാക്കോബ്, ഇഷ്ടംപോലെ 3000-ലധികം പേർ ഒരു ദിവസം തങ്ങളുടെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം 3 നേരം വെച്ച് കൊട്ടാരം പണിതും കൂടാരം പണിതും മാളിക പണിതും തനിക്ക് ഭൂമിയിൽ ഉറപ്പിക്കാമായിരുന്നു. പക്ഷെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ടു, എനിക്കിതല്ലടാ എന്റെ വീട്. പാടിയില്ലേ, ഇവിടെ ഞാൻ വെറും ഒരു പരദേശിയാ, എന്റെ പാർപ്പിടം ഇവിടെയല്ല, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ടതിന് നിങ്ങളെയും എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞ സ്വന്തം വീട് ഒരുക്കുന്ന ഒരപ്പനുണ്ട്. ഇന്ന് പകൽ എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പെർമനന്റ് അല്ല, ഇവിടെ വെറും ഒരു ടൂറിസ്റ്റർ ആണെന്ന് ഹൃദയത്തിനകത്ത് ചിന്തയുണ്ടെങ്കിൽ ആ നാടെ നോക്കി പ്രത്യാശയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഞാൻ ഇന്നും വാടകയ്ക്കാ താമസിക്കുന്നത്, എനിക്കതിനകത്ത് ഒരു സങ്കടവും ഇല്ല. അവിടെ വേണമെങ്കിലും ഇട്ടെറിഞ്ഞിട്ട് കർത്താവിന്റെ പെട്ടകം എടുത്തുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും പോയി താമസിക്കാം. ഈ ഭൂമിയിൽ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ നിത്യതനെയോ അപ്പനുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വരുന്നത് ഒന്നിനും ഈ ഭൂമിയിൽ സ്ഥാനം കൊടുക്കരുത്. അബ്രഹാമിന് മാണിമാളിക പണിത് ജീവിക്കാൻ സാഹചര്യമില്ലാഞ്ഞിട്ടല്ല അദ്ദേഹം കൂടാരം മാറ്റി മാറ്റി അടിച്ചത്. തനിക്കതില്ലാഞ്ഞിട്ടല്ല തന്റെ പുത്രനോട് പറഞ്ഞത് കൂടാരം മാറ്റി മാറ്റി അടിച്ചാൽ മതി. കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളൊരു വീട് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് സ്ഥിരമായിട്ടൊന്നും വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചെങ്കിൽ ഇന്ന് പകൽ ഈ ഭൂമിയിലെ ഒന്നിനും നിങ്ങളുടെയും എന്റെയും ഹൃദയത്തെയോ നിങ്ങളുടെയും എന്റെ നിത്യതയ്ക്കോ തടസ്സമായി ഒന്നും ഉണ്ടാവത്തില്ല, ഉണ്ടാവാൻ പാടില്ല എന്ന് അകത്തളത്തിൽ തീരുമാനിച്ചു വേണം ഇവിടെ നിന്ന് പോകാൻ. ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ പാടുകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് മുമ്പായുണ്ട്. ഒറ്റയ്ക്കാണെന്ന് ആരും പറയല്ല, ഒറ്റയ്ക്കാണെന്ന് ആരും ഞാൻ പറയാറില്ല കേട്ടോ. പക്ഷേ 200, 300, 250 കിലോമീറ്ററുകൾ തന്നെ വാഹനം ഓടിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് പോകുമ്പം ഇടത് സീറ്റിലോട്ട് കൈവച്ചിട്ട് ചോദിക്കും, ഇവിടെ ഉണ്ടല്ലോ അല്ലേ?
ഇവിടെ ഉണ്ടല്ലോ അല്ലേ? മാർത്താണ്ഡത്തും നെയ്യാറ്റിൻകരയിലും വെള്ളറടയിലും ഒക്കെ പോയി പകലും രാത്രിയും ശുശ്രൂഷിച്ചിട്ട് രാത്രി 9:30ക്കും 10 മണിക്കും അവിടുന്ന് വണ്ടിയെടുത്ത് 1:30-2 മണിക്ക് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്ന് കയറുമ്പോ വണ്ടിയെ കയറി ഇരിക്കുമ്പം ചോദിക്കും, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇത് ചോദിക്കാനുള്ള കാര്യം എന്താണെന്നറിയാവോ? ഉയർത്തെഴുന്നേറ്റവൻ എന്റെ മുമ്പായി ഉണ്ടെന്നുള്ളൊരു തന്റെ ഇടം കൊണ്ടാ ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസിമാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന അഭിഷിക്തന്മാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട്, എന്റെ ലൈവിൽ എന്നെ വീക്ഷിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുണ്ട്. നിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുണ്ട്. അവൻ താമ്രവാതിലുകളെ തകർക്കും, അവൻ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, നിനക്ക് മുമ്പേ ചെന്ന് പാത നിരപ്പാക്കും, സകല ദുർഘടങ്ങളെ മറികടക്കത്തക്ക വിധത്തിൽ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ അവൻ നിനക്ക് മുമ്പാകെ ചെല്ലുന്ന ദൈവമാണ്. ദൈവമക്കളെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും എന്റെ സാക്ഷ്യത്തിന്റെ 10-1 പോലും പറയാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ എനിക്ക് നല്ല തന്റെ ഇടമുണ്ട് പറയാൻ. ഈ സെക്കൻഡ് വരെ ഞാൻ നിന്നതല്ല, എന്റെ അപ്പ എന്നെ നിർത്തിയതാ. ഈ സെക്കൻഡ് വരെ ഞാൻ വന്നതല്ല, എന്റെ നാഥൻ എന്നെ കൊണ്ടുവന്നതാ. ഇവിടം വരെ ഞാനും എന്റെ തലമുറകളും എത്തിയതല്ല, ഞങ്ങൾക്ക് മുമ്പേ നടക്കുന്നവന്റെ പിന്നാലെ അവന്റെ ശബ്ദം കേട്ട് അനുഗമിച്ച് ഇവിടം വരെ വന്നതെങ്കിൽ ഈ സെന്ററിലുള്ള ദൈവമക്കളെ നോക്കി, സഹോദരിമാരെ നോക്കി, അഭിഷിക്തന്മാരെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, അവന്റെ പിന്നാലെയാണ് നടക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പിന്നാലെയാണ് നിങ്ങൾ നടക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മുമ്പായി നാഥൻ ഉണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളെ ഒതുക്കാൻ പറ്റില്ല. നിങ്ങളൊരു പരാജയമല്ല. അപ്പ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും. അപ്പ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവമക്കളെ, തന്റെ വരവെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പിന്നെ അനുഗമിക്കാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് ഹൃദയം കൊണ്ട് അപ്പനോട് പറയണം, അപ്പ, ആ കൃപ ഇന്ന് പകൽ എനിക്ക് വേണം. ഏത് കൃപ? പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു കൃപ, പ്രതികൂലത്തെ താണ്ടിക്കടക്കുവാൻ ഒരു കൃപ. ആ കൃപ എനിക്ക് വേണമപ്പ. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിൽക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. നിൽക്കുന്ന സ്ഥലത്ത് 1 സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു നിയോഗം ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നതുകൊണ്ടാ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ, മുന്നിൽ വരാൻ പോകുന്ന പ്രതികൂലത്തെ ഓവർകം ചെയ്യാൻ ഒരു വിശേഷ കൃപ ഇന്ന് പകൽ സ്വർഗം നിങ്ങളുടെ മൺകൂടാരങ്ങൾ പകരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ കൃപ എനിക്ക് വേണമപ്പ. ആ കൃപ എനിക്ക് വേണമപ്പ. ധീരതയോടെ പ്രാണപ്രിയന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപ എനിക്ക് വേണമപ്പ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്.